കെ മുരളീധരനെ മുൻനിർത്തി പത്മജ വേണുഗോപാലിനെ രാഷ്ട്രീയമായി നേരിടാൻ കച്ചകെട്ടിയിറങ്ങുകയാണ് കോൺഗ്രസ്. വർക്ക് അറ്റ് ഹോമിലുള്ളവർക്ക് ഇത്രയൊക്കെ നൽകിയത് അധികമെന്ന് പ്രസ്താവനയിലൂടെ പാർട്ടി ദൗത്യം ഏറ്റെടുത്ത് കെ മുരളീധരനും രംഗത്തിറങ്ങി. പത്മജയെ കോൺഗ്രസ് ഒരിക്കലും തഴഞ്ഞിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. പത്മജയ്ക്ക് അർഹമായ എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഒരു തവണ പാർലമെന്റിലേക്കും 2 തവണ നിയമസഭയിലേക്കും മത്സരിക്കാൻ അവസരം നൽകിയതിനു പുറമെ അടുത്തിടെ നടന്ന പുനഃസംഘടനയിൽ രാഷ്ട്രീയകാര്യ സമിതിയിലും ഉൾപ്പെടുത്തി. നേതൃത്വം ഏകപക്ഷീയമായി നടത്തിയെന്ന് ഗ്രൂപ്പുകൾ ആരോപിക്കുന്ന മണ്ഡലം പുനഃസംഘടനയെ ചൊല്ലിയാണ് പത്മജ ഏറ്റവും ഒടുവിൽ നേതൃത്വവുമായി അകലുന്നത്. ഇക്കാര്യം ഇടഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പുകൾ ആയുധമാക്കുന്നുണ്ട്. അകന്നു നിൽക്കുന്ന നേതാക്കളുമായി നേതൃത്വം കൂടുതൽ അകൽച്ച പാലിക്കുകയാണെന്നാണ് ഗ്രൂപ്പുകളുടെ വിമർശനം. ഇ.ഡി. ഭയമാണ് പത്മജയുടെ പോക്കിന് പിന്നിലെന്ന നേതാക്കളിൽ ചിലരുടെ പ്രസ്താവന തിരിച്ചടിയായിട്ടാണ് നേതൃത്വം കാണുന്നത്. ഇ.ഡി. വിരട്ടിയാൽ മറ്റുള്ളവരും പോകുമെന്ന ധ്വനിയാണ് ഇത് നൽകുന്നത്. അനിൽ ആന്റണിക്ക് പിന്നാലെ പത്മജിയും ബി.ജെ.പിയിലേക്ക് ചേക്കേറുമ്പോൾ രാഷ്ട്രീയമായി ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിനാണ്. അതിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഇനിയുള്ള കോൺഗ്രസിന്റെ ദൗത്യം. ഏതായാലും ബി.ജെ.പിയിൽ ചേരുന്ന പത്മജ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിജയിച്ച സീറ്റുകളിലാണ് പത്മജയ്ക്ക് അവസരം നൽകിയിട്ടുള്ളത്. എന്നിട്ട് 3 തവണയും പരാജയപ്പെട്ടു. അങ്ങനെ ആരെങ്കിലും കാലുവാരിയാൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമോ എന്നാണ് മുരളീധരന്റെ ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിലും വിജയിക്കാൻ കോൺഗ്രസ് പാർട്ടി കഠിന പരിശ്രമം നടത്തുമ്പോഴാണ് പത്മജയുടെ ഈ നീക്കമെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പത്മജയെ എടുത്തതുകൊണ്ട് കാൽക്കാശിന്റെ ഗുണം ബി.ജെ.പിക്ക് കിട്ടില്ല. എല്ലായിടത്തും ഞങ്ങൾ ബി.ജെ.പിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളും. 1ാം സ്ഥാനം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ പോലും 3ാം സ്ഥാനത്തെത്തും. ഈ ചതിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ പകരം ചോദിക്കുമെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. ഇനി സഹോദരി എന്ന ബന്ധവുമില്ല. പാർട്ടിയെ ചതിച്ചവരുമായി ഒരു കോംപ്രമൈസിനുമില്ല. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഘികളെ നിരങ്ങാൻ സമ്മതിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഏതായാലും പത്മജയ്ക്കിനി പഴയ പോലെ വീട്ടിൽ കയറി ചെല്ലാൻ കഴിയില്ല. കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാളും ഇനി പത്മജയെ അടുപ്പിക്കുകയില്ല.